ഹലോ, ഈ ഒരു മെറ്റീരിയൽ വെച്ചിട്ട് ഒരു ടോപ്പ് സ്റ്റിച്ച് ചെയ്താലോ? അപ്പോൾ ഇങ്ങനത്തെ ഒരു ടോപ്പാണ് സ്റ്റിച്ച് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇങ്ങനത്തെ ടോപ്പ് സ്റ്റിച്ച് ചെയ്യണമെന്ന് കുറേ നാളായിട്ട് വിചാരിക്കുന്നു. ബാക്ക് എ ലൈനാണ് ചെയ്തേക്കുന്നത്, ഫ്രണ്ടാണ് ആലിയ കട്ടിൽ സ്റ്റിച്ച് ചെയ്തേക്കുന്നത്. അപ്പോൾ ബാക്കിലും കൂടി പ്ലേറ്റ് വരുമ്പോഴത്തേക്കും ഭയങ്കര ഒരു കൊട്ട പോലെ ഇരിക്കുമോ എന്നുള്ളൊരു ഇത് വെച്ചിട്ടാണ് ആ ഒരു രീതിയിൽ സ്റ്റിച്ച് ചെയ്തെടുത്തേക്കുന്നത്. അപ്പോൾ സ്ലീവ് നോർമലായിട്ടുള്ള സ്ലീവാണ്. സ്ലീവിൽ ഫസ്റ്റിൽ ഒരു ഇലാസ്റ്റിക് വെക്കണമെന്നുണ്ടായിരുന്നു. പിന്നെ നോർമൽ സ്ലീവ് ഇച്ചിരി ലൂസായിട്ടുള്ള സ്ലീവ് പോലെ സ്റ്റിച്ച് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ നെക്ക് നോർമലായിട്ട് വി നെക്കിൽ സ്റ്റിഫ് വെച്ചിട്ടാണ് സ്റ്റിച്ച് ചെയ്തേക്കുന്നത് ഫ്രണ്ടിൽ. ബാക്ക് റൗണ്ട് നെക്കുമാണ് കൊടുത്തേക്കുന്നത്. അപ്പോൾ ലൈനിങ് ഒന്നും കൊടുക്കുന്നില്ല, അല്ലാതെ തന്നെ അങ്ങ് സ്റ്റിച്ച് ചെയ്ത് എടുക്കുകയാണ് ചെയ്യുന്നത്. ഞാൻ കൂടുതലും വീനെക്കിലാണ് ടോപ്പുകൾ സ്റ്റിച്ച് ചെയ്ത് എടുക്കുന്നത്. അപ്പോൾ ഈ ഒരു ടോപ്പിൻ്റെ ഫ്രണ്ട് പോർഷനായിരുന്നു കുറച്ച് അറ്റാച്ചൊക്കെ ചെയ്ത് കൊടുക്കേണ്ടി വന്നത്. ബാക്ക് പോർഷൻ എ ലൈൻ ആയതുകൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ടി വന്നില്ല. പിന്നെ ആലിയ കട്ട് കൊണ്ട് തന്നെ സെൻറ്റർ പോയിൻ്റൊക്കെ മാർക്ക് ചെയ്തിട്ട് പ്ലേറ്റ് വെച്ച് കൊടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടി പെർഫെക്റ്റ് ആയിട്ട് കിട്ടും. ഞാൻ നേരത്തെ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് ഞാൻ സെൻറ്റർ പോയിൻ്റ് മാർക്ക് ചെയ്ത് സ്റ്റിച്ച് ചെയ്തപ്പോൾ ഫ്രണ്ട് കുറച്ച് കയറിയും ബാക്ക് ഇറങ്ങിയുമായിരുന്നു ഇരുന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതാണ് ഫൈനൽ ലുക്ക് വരുന്നത്. ഇതിനകത്തൊരു ബ്ലാക്ക് പ്രിൻ്റ് വരുന്നുണ്ട്. അതുകൊണ്ടാണ് ഒരു ബ്ലാക്ക് പാൻറ്റിൻ്റെ കൂടെ ജീൻസാണ് യൂസ് ചെയ്തേക്കുന്നത്, അതിൻ്റെ കൂടെ പെയർ ചെയ്തേക്കുന്നത്. അപ്പം ഫോണിന് നല്ല ക്ലാരിറ്റി ഉള്ളത് കൊണ്ട് തന്നെ പ്രിൻ്റ് ഒന്നും എടുത്ത് കാണാനായിട്ട് പറ്റുന്നുണ്ടാവില്ല. അപ്പോൾ ഇതാണ് ഫൈനൽ ലുക്ക്. എങ്ങനെ ഉണ്ടെന്ന് കമൻറ്റ് ചെയ്ത് പറയുക. എനിക്കിട്ടപ്പോഴത്തേക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ സ്ലീവ് കുറച്ചും കൂടെ ടൈറ്റ് ആക്കണോ വേണ്ടേ എന്നൊക്കെ കമൻറ്റ് ചെയ്ത് പറയുക. ഇത്രയും ലൂസാണ് വരുന്നത് സ്ലീവിന്. അപ്പോൾ എങ്ങനെ ഉണ്ടെന്ന് കമൻറ്റ് ചെയ്ത് പറയുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഫോട്ടോസും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഫോട്ടോസിൽ ഫിൽറ്റർ നല്ല രീതിയിൽ തന്നെ ഇട്ടിട്ടുണ്ട്.